നിങ്ങളുടെ റിട്ടയർമെന്റ് ആവശ്യത്തിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഓപ്ഷനുകളാണ് മ്യൂച്വൽ ഫണ്ടുകളിലെ SIPയും അതുപോലെ പ്രൊവിഡൻസ് ഫണ്ട് സ്കീമുകളും. ഈ രണ്ട് സ്കീമുകളും എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഏതാണ് നല്ലത്, അതോടൊപ്പം തന്നെ ഞാൻ എന്റെ റിട്ടയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട് SIPയും പ്രൊവിഡന്റ് ഫണ്ട് സ്കീമുകളും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് എന്റെ അപ്രോച്ച് എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണാം. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. PPF പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞുള്ള സ്കീമാണ് സാധാരണ ആളുകൾക്കുള്ള പ്രൊവിഡൻസ് ഫണ്ട് സ്കീം. എംപ്ലോയീസിന് EPF എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന സ്കീമുണ്ട്. അപ്പോൾ PPF കൂടുതൽ ആളുകൾക്ക് യോജിക്കുന്നത് PPF ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് PPF പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ PPF പറ്റിയാണ് ഇതിൽ കൂടുതൽ ഭാഗവും പറയുന്നത്. EPF-ഉം PPF-ഉം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാവും. എംപ്ലോയ്മെന്റ് ഉള്ള ആളുകൾക്ക് ഒരു നിശ്ചിത എണ്ണം ആളുകൾ വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ എംപ്ലോയറും, അതായത് തൊഴിൽ ദാതാവും തൊഴിലാളിയും ഒരു പ്രത്യേക പ്രപ്പോർഷനിൽ അവരുടെ പെൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ പെൻഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് അല്ലെങ്കിൽ EPF എന്ന് പറയുക. ജോലിയുള്ളവർക്ക് യോജിച്ചതാണ് അത്. ജോലി ഇല്ലാത്ത ആളുകൾക്ക് സിമിലർ ആയിട്ട് ഒരു ലോങ് ടേം വെൽത്ത് ബിൽഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ലോങ് ടേം സേവിങ്സ് ഓപ്ഷൻ ആയിട്ട് ഒരു 15 വർഷത്തെ കാലാവധിയോടുകൂടി നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സ്കീമിനെയാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അല്ലെങ്കിൽ PPF എന്ന് പറയുന്നത്. ഈ PPF എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സേവിങ് ഓപ്ഷനാണ്, ലോങ് ടേം സേവിങ് ഓപ്ഷൻ ആണെന്ന് പറയാം. അതേസമയം തന്നെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഓരോ മാസവും നമ്മൾ കൃത്യമായിട്ട് ഒരു നിശ്ചിത ദിവസം നിശ്ചിത മ്യൂച്വൽ ഫണ്ടിൽ നിശ്ചിത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് SIP. അത് എന്റെ ഒരു അഭിപ്രായത്തിൽ അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനും PPF-ലുള്ള ഒരു ഓപ്ഷൻ ഒരു സേവിങ്സ് ഓപ്ഷനുമാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ PPF-ൽ സാധാരണ ഒരു കുറഞ്ഞ റിസ്ക് എടുത്ത് താരതമ്യേന കുറഞ്ഞ റിട്ടേൺ വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ള രീതിയാണ് PPF ഫോളോ ചെയ്യുന്നത്. അതേസമയം തന്നെ മ്യൂച്വൽ ഫണ്ട് SIP-കൾ ഒരു ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് SIP-കളാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ താരതമ്യേന ഉയർന്ന റിസ്കിൽ PPF-നേക്കാൾ ഉയർന്ന നേട്ടം തരുന്ന തരത്തിലുള്ള സ്കീമുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് 7.1% ഈ PPF സ്കീമുകളുടെ ഇപ്പോഴത്തെ പലിശ. അതേപോലെ തന്നെ ഒരു ആവറേജ് ഒരു 12% മ്യൂച്വൽ ഫണ്ട് SIP-കൾ മുൻകാലങ്ങളിൽ തന്നിട്ടുള്ള പലിശ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മുൻകാലങ്ങളിൽ തന്നിട്ടുള്ള ഒരു നേട്ടം ഭാവിയിൽ മ്യൂച്വൽ ഫണ്ടുകൾ തരണം എന്നില്ല, അതിൽ കൂടാം കുറയാം. ആ ഒരു വൊളാറ്റിലിറ്റി, നമ്മളുടെ തുക കൂടുകയും കുറയുകയും ചെയ്യുന്നത് വളരെ വലിയ രീതിയിലാണ് എന്നുള്ളത് ഒരു റിസ്ക് കൂട്ടുന്ന ഒരു എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓവർ റിസ്ക് എടുത്ത് നമ്മുടെ കയ്യിലുള്ള മൊത്തം പണവും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന അത്ര നന്നാവില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷനുകൾ അനുസരിച്ച് 15 വർഷത്തേക്ക് ആണ് PPF-കൾ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുക. അതിനുശേഷം 5 വർഷം എന്നുള്ള രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. 1.5 ലക്ഷം രൂപ വരെയാണ് മാക്സിമം നമുക്ക് ഒരു വർഷം നിക്ഷേപിക്കാനായിട്ട് സാധിക്കുക. മ്യൂച്വൽ ഫണ്ടുകളിൽ അങ്ങനെ ഒരു ടൈമിന്റെയോ എമൗണ്ടിന്റെയോ ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമുക്ക് എത്ര കാലം വേണമെങ്കിലും, എത്ര കുറവ് കാലം വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാം. എത്ര കൂടിയ കാലത്തേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുകയും ചെയ്യാം. അതിന് ഒരു നിശ്ചിത തുക അടയ്ക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. മിനിമം 100 രൂപ വെച്ചൊക്കെ മ്യൂച്വൽ ഫണ്ട് SIP-കൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത തുക 3 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞോ നിങ്ങൾക്ക് പിൻവലിക്കുകയും ചെയ്യാം. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ടാക്സുകളും ചാർജുകളും വരും എന്നുള്ളതാണ്. ഇതിന്റെ ടാക്സുകളെയും ചാർജുകളെയും പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കും. ഒരു ലോങ് ടേം സേവിങ്സ് ഓപ്ഷൻ ആണ്, 15 വർഷത്തേക്കുള്ള ഓപ്ഷൻ ആണ് എന്നുണ്ടെങ്കിലും PPF-ൽ നിന്ന് 7 വർഷത്തിന് ശേഷം പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾക്ക് പാർഷ്യൽ വിഡ്രോവൽ അലൗഡ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മ്യൂച്വൽ ഫണ്ട് SIP-കളിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടൈം റെസ്ട്രിക്ഷൻ ഇല്ല. എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് പണം പിൻവലിക്കുക, എത്ര കാലം വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. ഇതിന്റെ PPF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു എക്സംപ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒരു നിക്ഷേപമാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് നമ്മൾക്ക് ATC ബെനിഫിറ്റ് ഉള്ള ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന തുകയ്ക്ക് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല, പണം പിൻവലിക്കുമ്പോഴും ടാക്സ് കൊടുക്കേണ്ടതില്ല. ഈ ഗുണങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാത്ത ഒരു സംഗതിയാണ് SIP-കൾ, മ്യൂച്വൽ ഫണ്ട് SIP-കൾ. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇത് വേണം,
അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും പറഞ്ഞ് രണ്ട് തരത്തിലുള്ള ടാക്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള തുക ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ 20% ഇപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള തുകകളിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ള ലാഭത്തിന്റെ 12.5% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ടും കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ടാക്സിന്റെ കാര്യത്തിൽ മ്യൂച്വൽ ഫണ്ട് SIP-കൾ അത്ര മികച്ചതല്ല. അതേപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടാക്സ് സേവിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം ചില ELSS സ്കീമുകൾ മാത്രമേ അങ്ങനെ ടാക്സ് സേവിങ് ഓപ്ഷൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ടുകൾ, ഇക്വിറ്റി ലിങ്ക് സേവിങ് സ്കീം അല്ലെങ്കിൽ ELSS എന്ന് പറയും. ബാക്കിയുള്ള മെജോറിറ്റി മ്യൂച്വൽ ഫണ്ട് SIP-കളിലും നമുക്ക് അങ്ങനെ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലുള്ള ഒരു സംഗതിയല്ല. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ PPF-ഉം, ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള റിട്ടേൺ, കുറച്ച് വൊളാറ്റിലിറ്റിയുടെ, കുറച്ച് റിസ്ക് എടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഉയർന്ന റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുള്ളത് മ്യൂച്വൽ ഫണ്ട് SIP-കളാണോ എന്ന് പറയാം. ഇനി ഞാൻ എന്താണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തൊരു സെക്ഷനിൽ പറയുന്നത്. ഞാൻ ഒരു എംപ്ലോയി ആയതുകൊണ്ട് തന്നെ എനിക്ക് EPF കോൺട്രിബ്യൂഷൻസ് നടത്തേണ്ടതുണ്ട്. അതായത് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഞാൻ നിക്ഷേപിക്കുന്നത്. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു പാർട്ട് എംപ്ലോയർ, എന്റെ തൊഴിൽ ദാതാവും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വലിയൊരു തുക ഓരോ മാസവും ഈ EPF-ലേക്ക് കോൺട്രിബ്യൂട്ട് ആവുന്നുണ്ട്. അത് നമ്മളെ സേഫ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം അതിന്റെ 5-6 ഇരട്ടി നമ്മളെ EPF-ൽ ഇടുന്ന തുകയുടെ 5-6 ഇരട്ടി നമ്മളുടെ പലവിധ ലോങ് ടേം ആവശ്യങ്ങൾ, റിട്ടയർമെന്റ് അടക്കമുള്ള ലോങ് ടേം ആവശ്യങ്ങൾക്കായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. EPF-ന്റെ ഒരു സ്റ്റെബിലിറ്റിയും സേഫ്റ്റിയും അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട് SIP-കൾ തരുന്ന ഒരു ഹൈ റിട്ടേൺ പൊട്ടൻഷ്യലും ടാപ്പ് ചെയ്യുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. കൂടുതൽ ആളുകൾക്കും അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ അതായിരിക്കും നന്നാവുക. അപ്പൊ എപ്പോഴും ഒരെണ്ണം തന്നെ PPF മാത്രമോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് SIP-കൾ മാത്രമായിട്ട് ചെയ്യാതിരിക്കുക. അതിന് രണ്ടിന്റെ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ച്, ഒരു കോമ്പിനേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞെങ്കിൽ 100 രൂപ ഈ രണ്ട് കാര്യത്തിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ, എന്റെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 രൂപ PPF-ലും 85 രൂപ നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് SIP-ലാണ് ചെയ്യുക. അതായത് 15:85 എന്നുള്ള പ്രൊപ്പോർഷനാണ് പോകുന്നത്. നിങ്ങൾക്കത് 50-50 രണ്ടിലും ഈക്വൽ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ PPF-ൽ കൂടുതലും SIP-ൽ കുറവുമായിട്ട് ഇടാം. അങ്ങനെ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഒരു പ്രൊപ്പോർഷനിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018ലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.